നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു പ്രത്യേക പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശ്രീറാം ശർമ്മ ആചാര്യയുടെ ധൈര്യം കൈവിടരുത് എന്ന പുസ്തകം. ഇന്ത്യയിലെ വളരെ ശ്രദ്ധേയനായ ഒരു ആത്മീയ ഗുരുവാണ് അദ്ദേഹം. അപ്പോൾ ഈ പുസ്തകത്തിലെ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തെ സ്വാധീനിക്കുക, പിന്നെ ഇന്നത്തെ കാലത്ത് ഇതിനെന്ത് പ്രസക്തിയാണുള്ളത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിയാണ്. ഇതൊരു വളരെ ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ തരുന്ന പുസ്തകമാണ്. വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഒരുപാട് ഊർജം നൽകും. വെറുതെ കുറെ ഉപദേശങ്ങൾ എന്നതിലുപരി എങ്ങനെ സ്വയം മെച്ചപ്പെടുത്താം, പ്രതിസന്ധികളെ എങ്ങനെ നേരിടാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആചാര്യൻ എന്ന നിലയിൽ ശ്രീറാം ശർമ്മ അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് ഇതിൽ നന്നായിട്ട് കാണുന്നുണ്ടല്ലേ? തീർച്ചയായും. അദ്ദേഹം ശരിക്കും ഒരു വഴികാട്ടിയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിലെ മാറ്റത്തിനാണ്, പുറമേയുള്ളതിനേക്കാൾ. ഉദാഹരണത്തിന്, ലോകത്തെ കീഴടക്കാൻ പോകുന്നതിന് മുൻപ് സ്വയം കീഴടക്കണം എന്ന് പറയുന്നുണ്ട്. അത് വളരെ സ്ട്രോങ് ആയ ഒരു ആശയമാണ്. സ്വയം നിയന്ത്രണം. അതെ, സെൽഫ് കൺട്രോൾ. അത് വെറുമൊരു നിയന്ത്രണമല്ല. ലോകത്ത് കാര്യക്ഷമമായി ഇടപെടണമെങ്കിൽ ആദ്യം നമ്മളെ തന്നെ നിയന്ത്രിക്കണം. അതാണ് അതിന്റെ ഒരു അടിസ്ഥാനം. അതുപോലെ ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാൻ സ്വന്തം മനസാക്ഷിയെ തന്നെ ആശ്രയിക്കാൻ പറയുന്നു. ഇതൊക്കെ ഒരു ആത്മീയ ഗുരുവിന്റെ സമീപനമാണ്. അത് ശരിയാണ്. വ്യക്തിത്വത്തിൽ മാറ്റം വരുത്താൻ ഒരുപാട് കാര്യങ്ങൾ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ തന്നെ നോക്കണം എന്നതുപോലെ. കൃത്യമായി. അതൊരു ഒരു സെൽഫ് അനാലിസിസ് ആണ്. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയാലേ മറ്റുള്ള ഗുണങ്ങൾ, ദയ, സത്യസന്ധത, അച്ചടക്കം, പിന്നെ വിനയം പോലുള്ളവ ആത്മാർത്ഥമായിട്ട് വളർത്താൻ പറ്റൂ. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്, അല്ലേ? അതെ, നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ വാക്കുകളേക്കാൾ കൂടുതൽ പ്രവർത്തികൾക്ക് പ്രാധാന്യം കൊടുക്കാനും പറയുന്നുണ്ട്. കുറച്ചു സംസാരിക്കുക, കൂടുതൽ പ്രവർത്തിക്കുക എന്നത് ഇതിന്റെ ഭാഗമാണ്. ഈ ആത്മവിശ്വാസത്തെക്കുറിച്ചും സ്വന്തം കാലിൽ നിൽക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ശക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിധി കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ എപ്പോഴും പുറത്താണല്ലോ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ആ ഒരു ശക്തിയെ തിരിച്ചറിയണം. മറ്റുള്ളവരെ ആശ്രയിക്കരുത്, ആത്മവിശ്വാസം ഉണർത്തുക എന്നൊക്കെ പറയുന്നത് അതിനാണ്. നമ്മൾ നമ്മളിൽ വിശ്വസിക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ. അതെ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അതിനെ നേരിടണം. പിന്നെ വിഷമിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ, അതൊക്കെ മറന്നു മുന്നോട്ടു പോകണം. എപ്പോഴും സന്തോഷമായിരിക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ നമുക്കൊരു മെന്റൽ സ്ട്രെങ്ത് തരും. അപ്പോ ഈ ആശയങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഇത്ര ആവശ്യം എന്ന് പറയുന്നത്? നമ്മൾ ചുറ്റും നോക്കിയാൽ മതി. ഇന്നത്തെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്, നെഗറ്റിവിറ്റി, പിന്നെ ഒരു ലക്ഷ്യമില്ലായ്മ പോലെ. ഇതൊക്കെ സാധാരണമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ശ്രീറാം ശർമ്മ പറയുന്ന സ്വാശ്രയത്വം, ആന്തരിക സമാധാനം, നമ്മുടെ ഈഗോ നിയന്ത്രിക്കുന്നത്, ഇതൊക്കെ വളരെ റെലവന്റ് ആണ്. പുസ്തകത്തിൽ പറയുന്ന കാലഘട്ടത്തിന്റെ വിളി എന്നത് ഇന്നത്തെ വെല്ലുവിളികളെ നമ്മൾ ധൈര്യത്തോടെ നേരിടാനുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇതിനൊരു ഉദാഹരണമാണെന്ന് പറയാം, അല്ലേ? സാധാരണക്കാർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായും. കഠിനാധ്വാനം ചെയ്താൽ, ഒരു ലക്ഷ്യബോധത്തോടെ ശ്രമിച്ചാൽ ആർക്കും എവിടെയും എത്താൻ പറ്റും. അതിന് ആത്മവിശ്വാസം വേണം, പിന്നെ നിരന്തരമായി ശ്രമം വേണം. അതാണ് അതിന്റെ ഒരു സന്ദേശം. അപ്പോ ചുരുക്കി പറഞ്ഞാല്, ഈ ധൈര്യം കൈവിടരുത് എന്ന പുസ്തകം നമ്മുടെ ഉള്ളിലെ ശക്തി കണ്ടെത്താനും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുന്ന ഒന്നാണ്. ശരിക്കും ഒരു വഴികാട്ടി. അതെ, തീർച്ചയായും. ഈ പുസ്തകം കൂടുതൽ വായിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. പ്രസാധകരുടെ വെബ്സൈറ്റുകളുണ്ട്. www.agp.org, പിന്നെ www.vicharkrantibooks.org. ഇതിൽ നോക്കിയാൽ മതി. അപ്പോ ഈ സംസാരം കേട്ടപ്പോ നിങ്ങളുടെ ശ്രദ്ധ കുറച്ചെങ്കിലും പുറത്തുനിന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവുന്നു കരുതുന്നു. പുസ്തകം പറയുന്ന പോലെ ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്ന ആ യഥാർത്ഥ നിധി അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവാം.